അല്ല റഹീംഭായി, നിങ്ങൾ അൽമിഷ് ഭായിനെ കണ്ടിരുന്നു? ഏയ് ഞാനൊന്നും കണ്ടില്ല. എന്താ പ്രശ്നം? അല്ലേ, ഞാൻ അൽമിഷ് ഭായിനോട് ഒരു പെണ്ണ് ശരിയാക്കി തരാൻ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല, ആർക്ക്? അനക്കോ? അപ്പം എൻ്റെ പെണ്ണുങ്ങൾ സമ്മതിക്കുഞ്ഞ്? കുട്ടേട്ടോ, ആ രണ്ട് വില്ലന്മാരുണ്ടല്ലോ അവിടെ. രണ്ട് പഹയന്മാർ അവിടെ ചൊറി കുത്തിരിക്കുന്നത് എന്ത് ഇടകൂടമാവല്ലേ? പോയാക്ക നമുക്ക്. എൻ്റെ റഹീംഭായി, ഞാനത് കാണാൻ വിചാരിച്ചിരിക്കുകയാണ്. ഈ പഹയനെ യൂസുഫലിക്ക് ഇന്നൊരു പെണ്ണ് വേണ്ടേ? ഓ എന്നോടൊരു പെണ്ണ് നോക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. അൽമിഷേജ് വേണ്ടാത്ത പണി കേൾക്കണ്ട. അവൻ്റെ പെണ്ണുങ്ങളെ കയ്യിലങ്ങനെ എന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കുത്തു കുത്തും. അതിൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താ പോൻ്റെ ലെവല്? യൂസ്ഫലി ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ആൾക്ക് സുഖമില്ല. ഇതെങ്ങാനും ഓളറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തല തല്ലി ഓടിച്ചിട്ട് മൂലക്ക് കൊണ്ടെടുക്കും. അല്ല കൂട്ടേട്ടാ, അതൊന്നും ഓന് പ്രശ്നമല്ല. അവൾ അറിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് അവൻ പറയുന്നത്. ചെങ്ങായിമാരെ, ഞാൻ ഇപ്പോൾ കെട്ടണമെന്നില്ല, ഞാൻ സംവിധാനം ചെയ്തു വെക്കാന്നുള്ളൂ. എന്ത് സംവിധാനം? ഓള് മരിച്ചിട്ട് കെട്ടണോ അതോ ഓളെ കൊന്നിട്ട് കെട്ടണോ? അല്ല, എന്താ എൻ്റെ ഉദ്ദേശം? ചെങ്ങായിമാരെ, ഓളെ കൊല്ലും ഓള് മരിച്ചൊന്നും വേണ്ട. ഇപ്പം ഇന്ന് രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒന്നും പറഞ്ഞിട്ട് ഓള് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ എണ്ണ ഈ പേരും പറഞ്ഞ് പോയിട്ട് പിന്നെ ആ വഴിക്ക് അങ്ങനെയാണ് പോക്കാണ്. ഇത് ഇനി ആ വഴിക്കാണ് പോയി കഴിഞ്ഞാലേ നമ്മൾ പിന്നെ തെണ്ടിത്തിരിഞ്ഞ് തപ്പി തിരഞ്ഞ് നടക്കണ്ടേ? ഇപ്പം തന്നെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് ആ സമയമാകുമ്പോൾ സംഭവം ക്ലിയർ ചെയ്യാം.